റാന്നി SP ഓഫീസിൽ നിന്നൊരു പോലീസുകാരൻ അവിടെ തൊട്ടടുത്തുള്ള ഒരു ബേക്കറിയിൽ ചെന്ന് ഇടിച്ച് പൊളിച്ച് വച്ചിരിക്കുന്ന തൈരും ചവിട്ടിപ്പിടിക്കുന്ന മോരും പിന്നെ കലക്കി കുത്തുന്ന നാരങ്ങ വെള്ളമൊക്കെ കിട്ടുന്നൊരു കട. ഒരു ബീന എന്നാണ് പേരെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ബീന എന്നാണ് തോന്നുന്നു. ബീനയെ ചെന്ന് കണ്ടിട്ട് തൈര് ചോദിക്കുന്നു. സാധാരണ 5 പാക്കറ്റ് 4 പാക്കറ്റൊക്കെ വാങ്ങുന്ന ആ ഓഫീസിൽ 1 പാക്കറ്റ് തൈര് ചോദിച്ചപ്പോൾ ഇത് ആർക്കാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നമ്മുടെ ബാംഗ്ലൂർ ഉണ്ണിസ്വാമിക്കാണ്, ഉണ്ണി നമ്പൂതിരിക്കാണ്. ബാംഗ്ലൂർ ഉണ്ണി നമ്പൂതിരിയും ഉണ്ണിസ്വാമി ആരെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ശബരിമല അയ്യപ്പൻ്റെ അവിടെയുള്ള വിഗ്രഹം ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും കാലാകാലങ്ങളിൽ എടുത്തുകൊണ്ട് പോയി പൂശി അതിൽ നിന്ന് കുറച്ച് സ്വർണ്ണം എടുത്ത് ബാക്കിയുള്ളവർക്കെല്ലാം പൂശി എല്ലാവരെയും പോറ്റുന്ന കൊച്ചു പോറ്റി. അപ്പോൾ തൈര് ചോദിച്ചപ്പോൾ ബീന ആദ്യം കൊടുക്കാൻ തീരുമാനിച്ചു. ബീന കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അവിടെ നിന്നവർ മുറുമുറുത്തു, കടയിൽ വാങ്ങാൻ വന്നവർ മുറുമുറുത്തു. എന്തിനാണ് ഈ സ്വാമിക്ക് ഈ പോറ്റിക്ക് ഇത് കൊടുക്കുന്നത്? അവൻ കള്ളനല്ലേ, കൊള്ളക്കാരനല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് കൊടുക്കാൻ പാടില്ല നിങ്ങളെന്ന് പറഞ്ഞപ്പോൾ ബീന കൊടുത്തില്ല. ബീന പറഞ്ഞു എങ്കിൽ പിന്നെ നിങ്ങളെല്ലാവരും എതിർക്കുകയാണെങ്കിൽ തൈരില്ല എന്ന് പറഞ്ഞു. ഇത് വലിയ വൈറലായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ബീന ചാനൽ താരമായി. പക്ഷെ ബീനയും അത്യാവശ്യം ഒരു കളി കളിച്ചു. ബീന ആദ്യമൊക്കെ വന്ന ചാനലുകളോട് പറഞ്ഞു ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു, ആ 1 പാക്കറ്റാണെങ്കിലും കൊടുക്കാൻ തീരുമാനിച്ച് ചോദിച്ചിട്ട് കൊടുക്കാൻ സമയത്ത് ആളുകൾ ബഹളം ഉണ്ടാക്കിക്കൊണ്ടാണ് ഞാൻ കൊടുക്കാത്തതെന്നായി. സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ വന്ന ചാനലുകളിൽ കുറച്ച് കഴിഞ്ഞ് എല്ലാ ചാനലുകളും പല ചാനലുകളിലും പോയി എടുത്തു, അവരെ ബൈറ്റ് എടുത്തു. പിന്നെ വന്ന ചാനലുകളിൽ ബീനയും അങ്ങ് ചാമ്പ്യനായി. അത് ഞാൻ തന്നെയാണ് കൊടുക്കാതിരുന്നത്, മനഃപൂർവ്വം കൊടുക്കാത്തതെന്നൊക്കെ പറഞ്ഞ് ബീന അതെല്ലാം അങ്ങോട്ട് ഓണപ്പ് ചെയ്തു. ഇതൊക്കെ സംഭവിക്കുന്നു. നമ്മൾ ബീനയെ പറയാനോ ട്രോളാനോ അല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ആരെയൊക്കെയാണ് പോറ്റിയത്? എങ്ങനെയാണ് ഒരു സാധാരണ തിരുവനന്തപുരം ജില്ലയിലെ പുളിമാത്തുള്ള ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി നാട് വിട്ടുപോയി, ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നാട് വിട്ടുപോയി ബാംഗ്ലൂരിൽ ഒരുപാട് പല കാര്യങ്ങളും ചെയ്ത് അവിടെ ഒരു ചെറിയ ബിസിനസ്സിലൊക്കെ കയറി പറ്റി, ബിസിനസ് ബോയിയൊക്കെ ആയി, പിന്നെ കുറച്ച് പാർട്ട്ണർഷിപ്പൊക്കെ ഉണ്ടാക്കി അവിടെ നിന്ന് അവിടുത്തെ ഏതോ അമ്പലത്തിൽ കയറി പൂജയൊക്കെ ചെയ്ത് ആളുകളെ പറ്റിച്ച് മലയാളികളെ പറ്റിച്ച് അമ്പലത്തിൽ കയറി പൂജയൊക്കെ നടത്തി. പിന്നെ ശബരിമല ഒരു പ്രാവശ്യം വന്നു, അവിടെ ശുദ്ധ തോന്നിയവാസങ്ങൾ കാണിച്ചപ്പോൾ അവർ ചവിട്ടി ഇറക്കി വിട്ടു. പിന്നെ പോയതിന് ശേഷമാണ് 2ാം വരവ് വന്നു. ഈ 2ാം വരവ് എപ്പോഴില്ല, മോഹൻലാലിൻ്റെ സിനിമയെ പറയും പോലെ 2ാം വരവ് ഒരു വല്ലാത്ത വരവായിരിക്കും. 2ാം വരവ് വന്നപ്പോൾ കുറേ മുതലാളിമാരുടെ പണവും കൂടി കൊണ്ടുവന്ന് ശബരിമലയിൽ ഇരിക്കുന്ന ചേട്ടന്മാർക്കെല്ലാം കുറേശ്ശെ പണം കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയപ്പോൾ ഇതൊരു കറവ പശുവാണ്, നമ്മുടെ ഉണ്ണി നല്ല കറവക്കാരനാണ് എന്ന് മനസ്സിലാക്കി ഉണ്ണിയെ പ്രോത്സാഹിപ്പിച്ചു. ആരൊക്കെയാണ് ഇതിൽപ്പെട്ടിരിക്കുന്നത്? വനിതാ ഓഫീസർമാരുണ്ടെന്നാണ് പറയുന്നത്. ശബരിമല അയ്യപ്പനിൽ നിന്ന് പണം, ഈ പറയുന്ന സ്വർണം 4 കിലോ വരുന്ന സ്വർണം അടിച്ചു മാറ്റി പങ്കുവച്ചെടുത്തതിൽ വനിതാ ഓഫീസർമാരുണ്ടെന്നാണ് കേൾക്കുന്നത്. പുരുഷന്മാരുമുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ ഒരുപാട് ആളുകൾ ഇത് പങ്കുവച്ചെടുത്തു. ഇങ്ങനെ പങ്കുവച്ചെടുത്തപ്പോൾ ആ കാലങ്ങളിലെ ദേവസ്വം മന്ത്രിമാർ ഇത് അറിഞ്ഞില്ലയോ? വല്ലാത്തൊരു ചോദ്യമാണ്. ശബരിമല പോലുള്ളൊരു സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് ഈ സ്വർണ്ണ പാളികൾ ഇളക്കിക്കൊണ്ടുപോയി, സ്വർണ്ണ കട്ടളയും വാതിലുമൊക്കെ ഇളക്കിക്കൊണ്ടുപോയി, ദ്വാരപാല വിഗ്രഹം എടുത്തുകൊണ്ട് പോയി, അത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയാൽ സ്വർണം മാറ്റി അത് ചെമ്പാണെന്ന് കഥ എഴുതി. ആ കത്തൊന്നും അവിടെ നിന്ന് ചോർന്നില്ലയോ? എത്ര നിഗൂഢമായിട്ടാണ് ഇതൊക്കെ ചെയ്തത്. അന്നൊന്നും മന്ത്രി അറിഞ്ഞില്ലയോ? ദേവസ്വം പ്രസിഡന്റ് അറിഞ്ഞില്ലയോ? ആരും അറിയാതെ, ഒരു പത്രക്കാരും അറിഞ്ഞില്ലയോ? അപ്പോൾ കിട്ടിയവർ ദീപച്ചമ്മ മഹാചര്യം ശബരിമലയെക്കുറിച്ചല്ലേ മിണ്ടണ്ട, അയ്യപ്പൻ നോക്കിക്കോളൂ എന്നുള്ള നിലയിൽ മിണ്ടാതിരുന്നു. അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പൻ പണിഞ്ഞപ്പോൾ വല്ലാതെ പണിഞ്ഞു. ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലീസ് കൊണ്ടുപോകുന്ന എല്ലാ വേളകളിലും ഹോസ്പിറ്റലിലും പോലീസിലൊക്കെ വെച്ച് മീഡിയക്കാരുടെ കിട്ടുന്ന മീഡിയകളിൽ അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ ഒറ്റിയതാണ്, ഒരുപാട് പേര് ഇതിന് പിന്നിലുണ്ട്. ഒരു കൽപ്പേഷ്, ആരാണ് ഈ കൽപ്പേഷ്? പേര് കേട്ടാൽ കൽപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥം വേണമെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ. കൽപ്പേഷ് ആരാണ്? ഈ വലിയ വൻകിട തോക്ക് കൽപ്പേഷ് അതൊരു വ്യക്തിയാണോ? നമുക്കിനിയും അറിയേണ്ടതുണ്ട്. അങ്ങനെ എത്രയെത്ര ആളുകളാണ് ഈ ശബരിമലയിലെ ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിലെ പണവും ഇത് മടിച്ചുകൊണ്ട് പോകും. ധനലക്ഷ്മിയിലെ ബാങ്കിൽ 2 അക്കൗണ്ട് ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ പോയി കണ്ടിട്ടില്ല, അതുകൊണ്ട് ബാങ്കിനെ കുറിച്ച് ആക്ഷേപമില്ല. പക്ഷേ 2 അക്കൗണ്ട് ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു അക്കൗണ്ടിലേക്ക് ശബരിമലയിലെ പണം പോകുമ്പോൾ മറ്റൊരു അക്കൗണ്ടിലേക്ക് വ്യക്തികൾക്ക് അവിടെ അക്കൗണ്ട് ഉണ്ടെന്നാണ് പറയുന്നത്. ശബരിമലയിൽ 50 ലക്ഷം രൂപ കൊടുക്കണമെന്നാണ് പറയുന്നത് മേൽശാന്തി. ഇപ്പോൾ 2 മേൽശാന്തി മരുന്നിലായല്ലോ. അവർ വലിയ വാചകമൊക്കെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷേ അവരും പണം കൊടുക്കുമോ? ഞങ്ങൾ പണം കൊടുക്കില്ല എന്നവർക്ക് പറയാൻ കഴിയുമോ?
ഇനിയിപ്പോൾ ഈ പ്രശ്നമൊക്കെ ആയതുകൊണ്ട് ചെക്ക് മേടിക്കില്ലായിരിക്കും, അല്ലെങ്കിൽ ചെക്ക് കൊടുക്കണ്ടേ? അപ്പോൾ ചെക്ക് കൊടുത്ത് മേൽശാന്തിയാവുക, ചെക്ക് കൊടുത്ത് കീഴ്ശാന്തിയാവുക, ശകലതും അടിച്ചുകൊണ്ട് പോവുക. ശർക്കരയിലെ ലേലത്തിൽ കൈയിടുക, തേങ്ങയുടെ ലേലത്തിൽ കൈയിടുക, കർപ്പൂരം, ചന്ദനം, അതുപോലെ തന്നെ സാമ്പ്രാണിത്തിരി, അവിടെ വരുന്ന എല്ലാ അവില്, പൊരി, എന്തെല്ലാം ശബരിമലയിൽ വരുമോ അതിനെല്ലാം കമ്മീഷൻ അടിക്കുന്ന, അതിനെല്ലാം കള്ളക്കണക്കെഴുതുന്ന ഒരു കൊള്ള സംഘമാണ് ശബരിമല കയറി മേഞ്ഞത് കഴിഞ്ഞ 10-25 വർഷമായി. അതിലൊരുപാട് പേര് പോയി, അവിടെ സ്പെഷ്യൽ ഓഫീസർമാർ പോയി, പലരും പോയി. ആരും ഇതൊന്നും കണ്ടുപിടിച്ചില്ലല്ലോ എൻ്റെ പൊന്നയ്യപ്പ. വളരെ സങ്കടകരമായ കാര്യമാണ്. എന്തായാലും വളരെ രസകരമാണ് ശബരിമലയിലെ കാര്യങ്ങൾ. നമ്മുടെ പോറ്റി, കൊച്ചുപോറ്റി, ഉണ്ണിപ്പോറ്റി, ഉണ്ണി നമ്പൂതിരി, ഉണ്ണിസ്വാമി മാത്രമല്ല, അദ്ദേഹം ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് വലിയ ടീമിനാണ്. അതുകൊണ്ട് സകല പേരെയും പിരിച്ചുവിടണം. അതിനകത്ത് സംവിധാനത്തെ തന്നെ പിരിച്ചുവിടണം, അല്ലെങ്കിൽ മാറ്റി നിർത്തണം. താൽക്കാലികമായി സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി അന്വേഷണം നടത്തണം. ഇത് നടക്കുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ശബരിമല അയ്യപ്പൻ്റെ ഈ സ്വർണം അടിച്ചുകൊണ്ട് പോയത് വലിയൊരു ഗുരുതരമായ കൊള്ളയാണ്. ഇതിൽ ഇന്നലെ KPCC വലിയ ജാഥ നടത്തി. പിന്നെ രമേശ് ചെന്നിത്തലയും അതുപോലെ എല്ലാ മതത്തിൽപ്പെട്ട ജാതിയിൽപ്പെട്ട നേതാക്കളുമൊക്കെ UDFൻ്റെ ശക്തരായ നേതാക്കൾ ഇന്നലെ പന്തളത്ത് കൂടി 8 കിലോമീറ്ററോളം അവർ നടന്നു. നടന്നവർ അവർ മാലയൊക്കെ ഇട്ട് ആരതിയൊക്കെ ഒഴിഞ്ഞ് ഒരു സ്വാമി സംഗമം തന്നെയാണ് ഇന്നലെ നടത്തിയത്. പക്ഷേ അതിൻ്റെ രാഷ്ട്രീയ നേട്ടം അവർക്കുണ്ടാകുമോ? അതോ രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമാണോ അവർ അത് ചെയ്തത്? പിന്നെ മഹിളാ മോർച്ച, യുവമോർച്ച, ന്യൂനപക്ഷ മോർച്ച, OBC മോർച്ച എന്നൊക്കെ പറയുന്ന സംഘപരിവാർ BJP സംഘടനകളും രംഗത്തുണ്ട്. ഇതിനിടയിൽ പ്രസിഡന്റ് വരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ നിയമമനുസരിച്ച് പ്രസിഡൻസ് റെഫറൻസിന് സ്കോപ്പുണ്ട് ഇത്തരം വിഷയങ്ങൾ. ബാബറി മസ്ജിദ് ശങ്കർ ദയാൽ ശർമ്മ ഉണ്ടായിരുന്നപ്പോൾ, പ്രസിഡൻ്റായിരുന്നപ്പോൾ ബാബറി മസ്ജിദിൻ്റെ റെഫറൻസിന് കൊടുത്തിട്ട് 1960കളിലാണ് സുപ്രീം കോടതി അത് എടുത്തില്ല. പക്ഷേ റെഫറൻസിന് സ്കോപ്പുണ്ട്. സുപ്രീം കോടതിയിൽ റെഫറൻസ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ പ്രസിഡൻറ്റിന്. അത് നടക്കുമോ? അവർ ദ്രൗപദി മുർമു മാഡം ഇവിടെ വരുന്നുണ്ട്. അത് വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഈ ആചാര സംരക്ഷണ സമിതി, ശബരിമല ആചാര സംരക്ഷണ സമിതി, അതിൻ്റെ പ്രസിഡൻറ്റും ആളുകളും സമയം ചോദിച്ചിട്ടുണ്ട്. അവർക്ക് സമയം കൊടുത്തിട്ടുണ്ട്. അവർ നിവേദനം കൊടുക്കും. പിന്നെ CBI വരണം എന്നൊരു ആവശ്യം വളരെ ശക്തമായുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ശബരിമല ഏറ്റെടുക്കണം എന്നൊരു ഒരു നിർദ്ദേശം വ്യാപകമായി കേരളത്തിൽ കറങ്ങുന്നുണ്ട്. പുതിയ ദേവസ്വം ബില്ല് കൊണ്ടുവരുമെന്ന് സുരേഷ് ഗോപി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ സങ്കീർണമായ ഒരു വിഷയമായി ശബരിമല മാറിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ഈ തൈര് കഥകളും ഒക്കെ കയറി വരുന്നത്. എന്തായാലും രസകരമാണ് ശബരിമലയിലെ കാര്യങ്ങൾ. വളരെ ഗൗരവതരമായ മോഷണം, പിടിച്ചുപറി, അടിച്ചുമാറ്റൽ, കൊള്ളിവെപ്പ് എല്ലാം നടത്തിയ ഒരു ക്ഷേത്രമാണ്. ഇതെല്ലാം ചെയ്തിട്ടും 1902-3 കാലഘട്ടത്തിൽ തീ വച്ചു. എന്നിട്ടും അയ്യപ്പനൊന്നും സംഭവിച്ചില്ല. 50കളിൽ അതിനെ അവിടെ വെട്ടിപ്പൊളിച്ചു കളഞ്ഞു ആ വിഗ്രഹത്തെ. എന്നിട്ടും ഉത്തരോത്തരം വളർന്ന് ലോകത്തിലെ ഒരുപാട് മലയാളികൾക്കും തമിഴന്മാർക്കും കർണാടകക്കാർക്കും ആന്ധ്രാക്കാർക്കും ഗോവാക്കാർക്കും മഹാരാഷ്ട്രക്കാർക്കും ഇന്ത്യയിലുള്ള നാനാജാതി മതസ്ഥർക്കും നാനാ സംസ്ഥാനത്തിൽപ്പെട്ടവർക്കും എല്ലാവർക്കും ആശ്രയമായി അയ്യപ്പൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചൈതന്യം മറ്റൊന്ന് തന്നെയാണ്.